ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം കഴിയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന പുതുമണവാട്ടിയായ ഹൗലയെ കാണാൻ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുകയാണ്. ഒരു പുതുമണവാട്ടിയുടെ മൊഞ്ച് കാണണില്ല ഹൗലയില്. പാറിപ്പറഞ്ഞ മുടിയുമായി എന്ത് പറ്റി ഹൗല? ഒരു പ്രത്യേകത നിന്നിലൂടെ കാണണില്ലല്ലോ എന്ന് പറയുമ്പോ ഹൗല പറയാണ്, ആർക്ക് വേണ്ടിയിട്ടാ ഞാൻ അണിഞ്ഞൊരുങ്ങാനുള്ളത്? എന്റെ ഭർത്താവാകുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊനിന് എന്നെ വേണ്ട. പകല് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മുത്ത് നബിയോട് വിവരം പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിക്കുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു മദ്ഊനിന് ഞാൻ ഈ കേട്ടത് സത്യമാണോ ഉസ്മാൻ? അവിടുന്ന് പറയാണ്, നബിയേ, സൂറത്തു വാഖിയ അവതീർണമായതിനു ശേഷം ഉറങ്ങാൻ കഴിയണില്ല നബിയേ. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പോലും ഞാൻ ഇങ്ങനെയായത് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, അതുഅ്മിനു ബിമാ നുഅ്മിനു യാ ഉസ്മാൻ? നമ്മളെ വിശ്വസിക്കുന്ന ദീനിലല്ലേ ഉസ്മാനെ നീയും വിശ്വസിക്കുന്നത്? ആ സൂറത്ത് വാക്കി ഇറങ്ങിയത് എനിക്കല്ലേ ഉസ്മാൻ? ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, നോമ്പെടുക്കാതിരിക്കുന്നുണ്ട്, രാത്രി നിസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് എന്നിൽ നിന്ന് അതിര് കിടക്കണോ അവരെന്നിൽ പെട്ടവനല്ല എന്ന പ്രവാചകന്റെ അധ്യാപനം. അതുകൊണ്ട് ഉസ്മാൻ, നിന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചിട്ടല്ലാതെ എന്റെ മുമ്പിൽ കടന്നു വരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം